നമസ്കാരം, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇത് ഐസ് സ്കേറ്റിങ്ങിന് പോയ വീഡിയോ ആണ്. ബ്ലെഞ്ചാർഡ്സ് ടൗണിലുള്ള ഐസ് സ്കേറ്റിങ്ങിനാണ് പോയത്. ഈ കാണുന്നത് ബ്ലെഞ്ചാർഡ്സ് ടൗണിലെ ഷോപ്പിംഗ് സെൻ്റർ ആണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് അങ്ങോട്ട് പോയത്. ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഐസ് സ്കേറ്റിംഗ് നടത്തുന്നത്. ഡിസംബർ ജനുവരി ടൈമിലേ ഉള്ളൂ ഐസ് സ്കേറ്റിംഗ് ഇവിടെ മാത്രമല്ല വേറെ സ്ഥലത്തും ഉണ്ട് ഐസ് സ്കേറ്റിംഗ്. ആ കാണുന്ന ടെൻറ്റ് പോലെയുള്ളിടത്താണ് ഐസ് സ്കേറ്റിംഗ്. ഇതിന് മുന്നേ ഒരു ദിവസം ഞങ്ങളിവിടെ വന്നായിരുന്നു സ്കേറ്റിങ്ങിനായിട്ട്. പക്ഷേ അന്ന് നടന്നില്ല. കാരണം അവർ പറഞ്ഞു ഓൺലൈൻ ബുക്കിംഗ് വഴിയേ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഇതിന് മുന്നേ വേറെ പല വർഷങ്ങളിലും ഇവിടെ വന്നപ്പോൾ ഇവിടെ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുമായിരുന്നു. അന്ന് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും നിർബന്ധമില്ലായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ തിരക്ക് കൂടിയതുകൊണ്ടായിരിക്കും ഓൺലൈൻ ബുക്കിംഗ് ആക്കിയത്. ഇപ്രാവശ്യം എന്തായാലും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഓൺലൈനിൽ തന്നെയുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുള്ള സമയം തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ 2 വീക്സ് ഹോളിഡേ ആണല്ലോ ഇവിടെ സ്കൂളുകൾക്കൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ്. ടിക്കറ്റൊക്കെ കൗണ്ടറിൽ കാണിച്ചു. അതിനുശേഷം അവിടെ നിന്ന് സ്കേറ്റ്സ് വാങ്ങിക്കണം. ഇതേപോലെ കുറേ സ്കേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഷൂസിൻ്റെ അളവ് പറഞ്ഞു കൊടുത്താൽ മതി, അതിന് പറ്റിയ സ്കേറ്റ്സ് തരും. സ്കേറ്റ്സ് ഒക്കെ കിട്ടി. നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഷൂസ് ഇവിടെ കൊടുക്കാം. നമുക്ക് തന്ന സ്കേറ്റ്സിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ കൊണ്ടുവന്ന് നമ്മുടെ ഷൂസ് അവർ സൂക്ഷിച്ചോളും. സ്കേറ്റിംഗ് കഴിഞ്ഞ് സ്കേറ്റ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഷൂസും തിരിച്ചു തരും. സൂര്യചേട്ടനും അപ്പുവാണ് സ്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പിള്ളേർക്കുള്ള ഏരിയയുമുണ്ട്, വലിയവർക്കുള്ള ഏരിയയുമുണ്ട് സ്കേറ്റ് ചെയ്യാനായിട്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ടും. സൂര്യചേട്ടന് സ്കേറ്റിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പു പണ്ട് പിള്ളേർക്കുള്ള ഏരിയയിൽ സ്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു സപ്പോർട്ടോട് കൂടിയാണ്. ഒരു വുഡൻ പെൻഗ്വിനുണ്ട് പിടിച്ചുകൊണ്ട് നടക്കാൻ. അതിൽ പിടിച്ചുകൊണ്ടാണ് അന്ന് സ്കേറ്റ് ചെയ്തത്. ഇപ്രാവശ്യം വലിയവരുടെ സ്കേറ്റിംഗ് ഏരിയയിലാണ് അപ്പുവും കയറുന്നത്. നേരത്തെ നടന്നുകൊണ്ടിരുന്ന ആ സെക്ഷൻ കഴിഞ്ഞു. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും അവർ അതിൻ്റെ ഈ സർഫസ് ക്ലീൻ ചെയ്യും കേട്ടോ. സ്കേറ്റിംഗ് കഴിയുമ്പോൾ ഇങ്ങനെ ഐസ് പൊടിഞ്ഞു കിടക്കും. അപ്പോൾ അവരതൊരു ഐസ് റീസർഫസർ വെച്ചിട്ട് സ്മൂത്ത് ആക്കും. ഇതേപോലെ. ഇത് കുട്ടികൾക്കുള്ള ഏരിയ ആണ്. ഇവിടെ വുഡൻ പെൻഗ്വിൻസ് വെച്ചിട്ടുണ്ട് അവർക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ. കുറേ വുഡൻ പെൻഗ്വിൻസ് ഉണ്ട്. അത് വലിയവർക്കുള്ള സ്കേറ്റിംഗ് ഏരിയ ആണ്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ തുടങ്ങാറായി. 50 മിനിറ്റ്സ് ആണ് ഓരോ സെക്ഷനും. അതിൽ കയറാനുള്ള ആൾക്കാരാണ് ഇവിടെ ക്യൂവിൽ നിൽക്കുന്നത്. സൂര്യചേട്ടനും അപ്പവും റെഡിയായി നിൽക്കുകയാണ് കയറാനായിട്ട്. Shoes and ensure that they are securely fastened. Please take note of the exits and make your way to the nearest exit in the event of an emergency. For any customers using the small rig, penguins are available for hire for €5. Please show your ticket to collect your penguin. ഇതിൽ സ്കേറ്റ് ചെയ്യുന്നവരൊക്കെ അത്ര എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഒട്ടും അറിയാത്തവരുണ്ട്, കുറച്ചറിയാവുന്നവരുണ്ട്, നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇതിവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ല ഉള്ളൂ, അതും കുറച്ച് ദിവസത്തേക്ക് മാത്രം. അപ്പോൾ അത്ര ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ സൂര്യചേട്ടനാണെങ്കിൽ കഴിഞ്ഞ വർഷവും സ്കേറ്റ് ചെയ്തില്ല. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കുട്ടികൾക്കുള്ള സെക്ഷനും ഇപ്പം തന്നെയാണ് തുടങ്ങുന്നത്. അവർക്കും 50 മിനിറ്റ്സ് ആണ് ടൈം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതിലെങ്ങനെ സ്കേറ്റ് ചെയ്യുന്നത്. റോളർ സ്കേറ്റിംഗ് കുറച്ചറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസും കോൺഫിഡൻസും ഉണ്ട്. ആദ്യമൊക്കെ പിടിച്ച് നടന്നെങ്കിലും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിടിക്കാതെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അപ്പൂന് മതിയായെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ അവിടെ നിന്ന് കാണുമായിരുന്നു. അപ്പൂന് സ്കേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ തുടക്കം ആയതുകൊണ്ട് ഒന്നും സ്പീഡിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സെക്ഷൻ തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒന്നും കൂടി കയറിക്കോളാൻ. അപ്പോൾ വീണ്ടും പോയി ഒന്നും കൂടി കയറി. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി സ്കേറ്റ്സ് ഒക്കെ തിരിച്ചു കൊടുക്കണം. അതിനും ക്യൂ നിൽക്കണം. സ്കേറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം.
ദേ ഫോട്ടോ വാങ്ങിച്ചു. ചെറിയ റിഫ്രഷ്മെൻറ്റിനായിട്ടുള്ള ഒരു സ്റ്റോളും ഉണ്ട് കേട്ടോ ഇവിടെ. അടുത്ത സെക്ഷൻ വീണ്ടും തുടങ്ങി. ഇവിടെ വരാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ നോക്കിയാൽ മതി കേട്ടോ. ടൈമും സ്ലോട്ട് ഫ്രീ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ മഴ നല്ലതുപോലെ ചാറുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ മക്ഡൊണാൾഡ്സും പിന്നെ വേറെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അടുത്തത് ഞങ്ങൾ പോയത് ഫ്രൈഡേയ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. TGI ഫ്രൈഡേയ്സ് എന്നാണ് കേട്ടോ. TGI എന്താണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സൂര്യചേട്ടനാണ് പറഞ്ഞു തന്നത് TGIയുടെ ഫുൾ ഫോം താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ എന്നാണെന്ന്. നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ടേബിളൊക്കെ ഫുള്ളാണെന്നാണ് ആദ്യം പറഞ്ഞത്. 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെയോ ഒരു ടേബിൾ ഫ്രീ ആയി കിട്ടി. അതെന്തായാലും നന്നായി, അല്ലേ പിന്നെ വേറെ റെസ്റ്റോറൻറ്റിൽ പോകേണ്ടി വന്നേനെ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് അൾട്ടിമേറ്റ് ഫ്രൈഡേയ്സ് നാച്ചോസ് എന്ന് പറഞ്ഞ ഡിഷും പിന്നെ ബോൺലെസ് വിങ്സും പിന്നെ ഒരു ഡെസേർട്ടും, ഈ ഫ്രൈഡേയ്സ് സൺഡേ എന്ന് പറഞ്ഞ ഡെസേർട്ട്. അപ്പോൾ ആദ്യം അവർ ഡെസേർട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതാണ് നാച്ചോസ്, അത് പിന്നെ ബോൺലെസ് വിങ്സ് ആണ്. ഇതിൽ ചീസ്, ബ്ലാക്ക് ബീൻസ്, പെപ്പർ, ടൊമാറ്റോസ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളതാണ് കേട്ടോ, ഇങ്ങനെ മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല ചൂട് ചായയും കൂട്ടത്തിൽ നല്ല ചൂട് ഉഴുന്നുവടയോ നെയ്യപ്പോ ഏത്തയ്ക്കാപ്പോ ഒക്കെ കിട്ടിയിരുന്നെങ്കിലെന്ന്. എൻ്റെ നാട്ടിലൊരു കടയുണ്ട് കേട്ടോ, സ്വാമിക്കട എന്നാണ് പറയുന്നത്. അവിടുത്തെ പലഹാരങ്ങളുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് രുചിയാണ്. അവിടുത്തെ തിരക്കാണെങ്കിലോ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ തിരക്കാണ്. അതൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഇവിടെ ഇതൊക്കെയല്ലേ കിട്ടൂ. അപ്പോൾ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ദേ ആ കാണുന്നത് ഷോപ്പിംഗ് മാളാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്